വെൽക്കം ബാക്ക് ടു ബീനാസ് ലേണിംഗ് ക്ലാസ്. ഇന്ന് നമ്മൾ 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിൻ്റെ ദ ഹീലിംഗ് ടച്ച് എന്ന് പറയുന്ന പാഠം, അതുപോലെ തന്നെ സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്ന് പറയുന്ന പാഠം എന്താണെന്ന് ഒന്ന് പഠിക്കാൻ കഴിഞ്ഞാൽ കേട്ടോ. എന്താണ് അതിനകത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഞാനൊന്ന് പറഞ്ഞു തരാം. ഞാൻ ഇംഗ്ലീഷ് ക്ലാസ് അങ്ങനെ എടുക്കാറില്ല, അതാണ് സത്യം. പക്ഷേ എൻ്റെ ലിങ്കിൽ കുറേ പേര് ചോദിച്ചു അതിൻ്റെ നോട്ട് വേണമെന്നും അതെന്താണെന്നും ഒക്കെ ചോദിച്ചത് കൊണ്ട് മാത്രമാട്ടോ ഞാൻ ഈ ലിങ്ക് ഇടുന്നത്. അപ്പം നോക്കിക്കോ നിങ്ങളെ, നമ്മുടെ രണ്ടാമത്തെ പുതിയ ടെസ്റ്റാണ് കേട്ടോ. ഈ രണ്ടാമത്തെ ടെസ്റ്റിൻ്റെ 1ാമത്തെ ഭാഗമാണ് കേട്ടോ. അത് യൂണിറ്റ് 4ലാണ് തുടങ്ങുന്നത്. ദ ഹീലിംഗ് ടച്ച് എന്ന് വെച്ചാൽ എന്താണെന്നറിയോ? സാന്ത്വന സ്പർശം, സാന്ത്വനിപ്പിക്കുക. നമ്മളോട് എന്തെങ്കിലുമൊക്കെ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മുടെ തോളിലൊക്കെ വന്ന് തട്ടിയിട്ട് പോട്ടെ എന്നൊക്കെ നമ്മളോട് പറയത്തില്ലേ, അതാണ് ദ ഹീലിംഗ് ടച്ച് എന്ന് വെച്ചാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് സാന്ത്വന സ്പർശം. അതിനകത്ത് നോക്കിക്കേ, പിക്ചർ കണ്ടോ നിങ്ങൾ? അതിനകത്ത് കാണാതെ പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല. അതിനകത്തിൽ നോക്കിക്കേ, ഇഫ് ഐ ക്യാൻ സ്റ്റോപ്പ് വൺ ഹേർട്ട് ഫ്രം ബ്രേക്കിംഗ് ഐ ഷാൽ നോട്ട് ലിവ് ഇൻ വെയിൻ. എമിലി ഡിക്കിൻസൺ എന്നാണ് കേട്ടോ. ഡിക്കിൻസൺ പേര് കണ്ടോ? അപ്പം ഒരു 2 വരി പറഞ്ഞിരിക്കുക. എന്താണ് നോക്കിക്കേ, നോക്കണേ നിങ്ങളെ, അതെന്താ സംഭവം എന്ന്. ഇവിടെ ഒരു ഉദ്ധരണി പറഞ്ഞിരിക്കുകയാണെന്നാണ് പറഞ്ഞത്. എന്താ അതായത്, നിങ്ങൾക്ക് ആരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിയുന്നെങ്കിൽ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്നത് പോലെയാണ് കേട്ടോ. കാര്യം കേട്ടോ, നിങ്ങളെ നിങ്ങൾക്ക് ആരെയെങ്കിലും സന്തോഷിപ്പിക്കാൻ കഴിയുമെങ്കിൽ അത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ചെയ്യുന്നത് പോലെയാണ്. നിങ്ങൾ ഒരാളെ സുഖപ്പെടുത്താൻ സഹായിക്കുന്നത് പോലെയാണ് ഇതെന്നാണ് പറയുന്നത്. അതൊരു അത്ഭുതകരമായ കാര്യമാണ് അല്ലേ? ഒരാളുടെ ജീവിതത്തിൽ അത് എത്ര ചെറുതാണെന്ന് തോന്നിയാലും നമുക്കൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നമ്മൾ നല്ല ജീവിതം നയിക്കുകയാണെന്ന് എമിലി ഡിക്കിൻസൺ പറയുന്നുണ്ട്. ഇത് എഴുതിയ ആൾ പറയുന്നതാ കേട്ടോ. ആരെയെങ്കിലും നന്നായി നമ്മളൊന്ന് ആലിംഗനം ചെയ്യുന്നതോ പുഞ്ചിരിക്കുന്നതോ ഒക്കെ ചെയ്യുന്നത് ഒരു നമ്മൾ ഇത്രയേ ഉള്ളൂ നിങ്ങളെ. നമ്മൾ ഈ വിഷമിച്ചിരിക്കുന്ന സമയത്ത് നമ്മളിൽ ആരെങ്കിലും അല്ലേ ഒരു സാന്ത്വനത്തിൻ്റെ ഒരു വാക്ക് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അത്രേ ഉള്ളൂ. ഇതിനകത്തിൽ കാര്യമായിട്ട് പഠിക്കാൻ വേണ്ടി ഒന്നുമില്ല കേട്ടോ. അതിനെക്കുറിച്ചൊരു ചെറിയൊരു നിർവചനം കൊടുത്തേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി 2ാമത്തെ നോക്കിക്കേ, ആ ടെസ്റ്റിൻ്റെ 2ാമത്തെ പേജ് നോക്കണേ. കണ്ടോ? ഇതിനകത്തുള്ളൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട് കണ്ടോ? ഈ പിക്ചറും ഹിയർ ഈസ് ആൻ ഇവൻ്റ് ഇൻ എ റണ്ണിങ് റേസ്. കണ്ടോ? പാഠം കണ്ടോ നിങ്ങൾ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസറും ഞാൻ അവിടെ തന്നെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ പിക്ചർ കണ്ടോ? സൂം ചെയ്ത് കാണിക്കാം. അപ്പം നിങ്ങൾക്ക് എഴുതാൻ പറ്റും, കാണാൻ പറ്റുന്നുണ്ടോ? കണ്ടോ? ക്വസ്റ്റ്യൻ ആൻസർ അതിനകത്തിലെ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ്. ഞാൻ വായിച്ചു തരാം. ഇവിടെ ഫസ്റ്റ് നോക്കിക്കേ, ക്യാൻ യു ഐഡൻറ്റിഫൈ ദ അത്ലറ്റ്. ഇവിടുത്തെ അത്ലറ്റ് അല്ലേ, ഇവിടുത്തെ അത്ലറ്റിക് അല്ലേ, ഓട്ടക്കാരെ എന്ന് പറയാം അല്ലേ, അവരെ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഉണ്ടോ? നോക്കിക്കേ, ബ്രൈമാ ദാബോ, പേര് നല്ലോണം നോക്കണം കേട്ടോ. ബ്രൈമാ ദാബോ ഫ്രം ഗിനിയ. ആ പേരൊക്കെ ഒരു ഇച്ചിരി കട്ടിയുള്ളതാണ് കേട്ടോ. അതായത് നമ്മൾ ഈ പറഞ്ഞ ഈ ചിത്രത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 2019 ദോഹയിൽ നടന്ന ലോക അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ ഒരു വലിയ ഓട്ടമത്സരത്തിൽ പങ്കെടുത്ത ഗിനിയ ബിസാവിൽ നിന്നുള്ള ഓട്ടക്കാരനായിരുന്നു ബ്രൈമാ ദാബോ. പേര് കേട്ടോണോ നിങ്ങളെ? ബ്രൈമാ ദാബോ. അദ്ദേഹം കഴിയുന്നത്ര വേഗത്തിൽ ഓടുകയായിരുന്നു. പക്ഷേ അരുബയിൽ നിന്നുള്ള സുഹൃത്ത് ജോനാഥൻ ബെസ്ബി ഓട്ടം പൂർത്തിയാക്കാൻ പാടുപെടുന്നത് അവൻ കണ്ടു. ഈ ജോനാഥൻ കുഴപ്പത്തിലാണെന്ന് ബ്രൈമയ്ക്ക് അറിയാമായിരുന്നു. അതിനാൽ അദ്ദേഹം ഓട്ടം നിർത്തി ഫിനിഷിംഗ് ലൈൻ മറികടക്കാൻ നമ്മുടെ ബെസ്ബിയെ സഹായിച്ചു. ജോനാഥൻ അസുഖബാധിതനായിരുന്നു. സ്വന്തമായി ഫിനിഷ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. പക്ഷേ ബ്രൈമയുടെ സഹായത്തോടെ ഇരുവരും ഒരുമിച്ച് ഫിനിഷിംഗ് ലൈൻ കടന്നു. എല്ലാവരും വളരെ ആശ്ചര്യപ്പെട്ടു പോയി അല്ലേ? എല്ലാവരും സന്തോഷിച്ചു. എല്ലാവരും അവർക്കൊരു വലിയ കയ്യടി തന്നെ നൽകി. ബ്രൈമ ചെയ്ത കാര്യങ്ങളെക്കുറിച്ച് ലോകം മുഴുവൻ സംസാരിക്കാൻ തുടങ്ങി. ആളുകൾ അത് വളരെയേറെ ഇഷ്ടപ്പെട്ടു. അവർ അവനെ ഹീറോ എന്ന് വിളിക്കുകയും അവൻ മികച്ച ഒരു
സ്പോർട്സ്മാൻ സ്പിരിറ്റ് കാണിക്കുകയും അവിടെ ചെയ്തു. എന്തുകൊണ്ടാണ് ഇത് ഇത്ര വലിയ കാര്യമെന്ന് ബ്രൈമയ്ക്ക് ആദ്യം മനസ്സിലായില്ല. പക്ഷേ അവൻ പോർച്ചുഗലിലെ വീട്ടിലേക്ക് മടങ്ങുമ്പോൾ അവൻ്റെ സുഹൃത്തുക്കൾ അവനോട് പറഞ്ഞു, അവൻ വളരെ ദയയും പ്രത്യേകതയുമുള്ള ഒരു കാര്യമാണ് നീ അന്നേരം ചെയ്തത് എന്ന് പറയുന്നതാണ്. ഇതാണ് സംഭവം. അപ്പോൾ അതിനകത്തിലെ ഒരു ചോദ്യമാണ് കേട്ടോ. ക്യാൻ യു ഐഡന്റിഫൈ ദ അത്ലറ്റിക്? ആ അത്ലറ്റിനെ നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? പേര് കൊടുത്തിട്ടുണ്ട്. ദ അത്ലറ്റിക് മെൻഷൻഡ് ബ്രൈമ ദാബോ ഫ്രം ഗിനിയ ബിസു ആൻഡ് ഈ ഉച്ചരിക്കുന്ന തന്നെ ആവണമെന്നില്ല, സ്പെല്ലിങ് കറക്റ്റ് പഠിക്കണേ നിങ്ങളെ. ആൻഡ് ജോനാഥൻ ബുസ്ബെ ഫ്രം എവിടെ എറോബ. ആ സ്ഥലപ്പേരൊക്കെ നോക്കണേ കേട്ടോ, ഞാനീ പറഞ്ഞ തന്നെ നിങ്ങളെ നോക്കണേ. പിന്നെന്താ പറഞ്ഞാൽ രണ്ടാമത്തെ ചോദ്യം, വേർ ഡിഡ് ദ ഇവന്റ് ടേക്ക് പ്ലേസ്? എവിടെയായിരുന്നു? ദ ഇവന്റ് ടുക്ക് പ്ലേസ് അറ്റ് ദ വേൾഡ് അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇൻ ദോഹയിലായിരുന്നു. എവിടെ? ദോഹ. നമ്പർ ഇട്ട് ഞാൻ ഇവിടെ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറും എഴുതി വെച്ചിട്ടുണ്ട്, അത് എഴുതി എടുക്കണേ. ദോഹ കേട്ടോ. പിന്നെ വെൻ ഡിഡ് ഇറ്റ് ഹാപ്പൻ? ഇൻ ഹാപ്പൻഡ് ഇൻ 2019. പിന്നെ ദ അത്ലറ്റിക് ആർ നോട്ട് റണ്ണിങ്, വാട്ട് ആർ ദേ ഡൂയിങ്? എന്തായിരുന്നു? അത്ലറ്റിക് ഓടിയില്ല. ഇൻസ്റ്റഡ് പകരം ബ്രൈമ ദാബോ ഹെൽപ്ഡ് ജോനാഥൻ ബുസ്ബെ ക്രോസ്ഡ് ബൈ ദ ഫിനിഷിംഗ് ലൈന്. അദ്ദേഹം ഓട്ടത്തിൽ കണ്ടായിരുന്നു വയ്യാത്തതിനെ അല്ലേ, വയ്യാത്ത ആളുടെ. അപ്പം അദ്ദേഹം ഓട്ടം നിർത്തിയിട്ട് ജോനാഥൻ ബുസ്ബെ, നല്ലപോലെ തന്നെ ബ്രൈമ ദാബോ ഹെൽപ്ഡ് ജോനാഥൻ ബുസ്ബെ ക്രോസ്ഡ് ദ ഫിനിഷിംഗ് ലൈന്. അതെല്ലാം ഒരു ആ ചോദ്യത്തിന് തന്നെ ഓരോ മാർക്കിൻ്റെ തന്നെ ഉത്തരം, ആ ചോദ്യവും ഉണ്ട്, അതിൻ്റെ ഉത്തരവും ഉണ്ട് കേട്ടോ. എല്ലാം കാണാൻ പറ്റുന്നുണ്ടോ? നിങ്ങൾ എഴുതാൻ പറ്റുമല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ നോക്കിക്കേ, സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. നിങ്ങളെ സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. അപ്പം ഞാൻ ഈ കഥ ഇംഗ്ലീഷ് വെറുതെ വായിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിച്ചൊക്കെ ഞാൻ ഇതിനകത്ത് ലിങ്കിലൊക്കെ ഉണ്ട്, നിങ്ങൾ ഒരുപാട് പേര് ഇത് വായിച്ചിട്ടുണ്ട്. അപ്പം അത്രയും ഞാനിരുന്ന് വായിക്കുന്നില്ല, നിങ്ങൾക്ക് കഥ ഞാനങ്ങ് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് ആ കഥ കേട്ട് കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റും എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങളെ ഒരു കഥ അറിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് നിന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ എഴുതാൻ പറ്റണം കേട്ടോ. അപ്പം നോക്കിക്കേ, സാൾട്ട് ഇൻ ഹിസ് ഷൂസ് എന്നാണ്. അതിനകത്തിൽ നോക്കിയേ, ഇവിടെ മൈക്കിൾ ലൗഡ് നോക്കണേ. അതിനകത്തിൽ മൈക്കിൾ ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാ ശനിയാഴ്ചയും അവൻ തൻ്റെ മൂത്ത സഹോദരന്മാരായ ലാറിയുടെയും റോണിയുടെയും പിന്നാലെ അവർ തന്നെ കളിക്കാൻ അനുവദിക്കണമെന്ന പ്രതീക്ഷയിൽ പാർക്കിലേക്ക് പോയി. എന്നാൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതായിരുന്നു മാർക്ക്. കോർട്ടിലെ ഏറ്റവും ഉയരമുള്ള കുട്ടിയായിരുന്നു അവൻ. നിങ്ങളെ മാർക്ക്. സംഭവം പിടികിട്ടിയോ? ഈ മൈക്കിള് ബാസ്കറ്റ് ബോൾ കളിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എല്ലാ ശനിയാഴ്ചയും അവൻ തൻ്റെ മൂത്ത സഹോദരന്മാരായ ലാറിയുടെയും റോണിയുടെയും പിന്നാലെ പോകുമായിരുന്നു. അവർ തന്നെ കളിക്കാൻ അനുവദിക്കും എന്ന പ്രതീക്ഷയിലാണ് അവർ പാർക്കിലേക്ക് പോകുന്നത് അല്ലേ. പക്ഷേ എന്നാൽ ഒരു പ്രശ്നമുണ്ട്. മാർക്ക് എന്ന് പറയുന്ന ആൾ എന്താണെന്നറിയോ? ഏറ്റവും നല്ല ഉയരമുള്ള ഒരാളാണ് നമ്മുടെ മാർക്ക് എന്ന് പറയുന്ന ആൾ. അത് കോർട്ടിലെ ഏറ്റവും ഉയരമുള്ള കുട്ടിയായിരുന്നു അവന്. പക്ഷേ എന്താണ് മൈക്കിൾ, നീ ഇത്ര ചെറുതായിരിക്കുന്നത്? മാർക്ക് മൈക്കിളിൻ്റെ മുഖത്ത് കൈകൾ ഇങ്ങനെ വീശി ചോദിച്ചു കേട്ടോ. തമാശയ്ക്ക് ഇങ്ങനെ ആക്കുന്നതാണ്. എന്താണ് മൈക്കിൾ, നീ ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്? കളിയാക്കി ചോദിക്കുന്നത് പോലെ അല്ലേ. എന്നിട്ട് കൈ ഇങ്ങനെ വീശി കാണിക്കുന്നതാണ്, കൈ വീശുന്നതായിട്ട്. ഇവിടെ ലാറി അലറി. എന്നാൽ മൈക്കിൾ പന്ത് എറിഞ്ഞപ്പോൾ മാർക്കിൻ്റെ നീണ്ട കൈകൾ എവിടെ നിന്നോ വന്ന് പന്ത് തട്ടിക്കയറ്റി. അത് മാർക്കിൻ്റെ ടീമിലെ ഒരു കളിക്കാരൻ്റെ കൈകളിലേക്ക് പറന്നു. അവനത് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. അങ്ങനെ അന്നത്തെ കളിയും അവസാനിച്ചു. നിങ്ങളെ ലാസ്റ്റിൽ അതായത് ഇവിടെ ഓവർ ഹെയർ ഷൗട്ടഡ് ലാറി എന്ന് വെച്ചാൽ ഇത് ഇവനെന്താ ചെറുതായി ഇരുന്നതെന്നൊക്കെ പറഞ്ഞും കളിയാക്കിയൊക്കെ ചെയ്തിട്ട് ഈ പടത്തിനകത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവൻ അവിടെ നിന്ന് ഇങ്ങനെ അലറിയപ്പോൾ, എന്നാൽ മൈക്കിൾ പന്ത് എറിഞ്ഞപ്പോൾ ഈ മൈക്കിൾ അവിടെ നിന്ന് എറിഞ്ഞപ്പോൾ മാർക്ക് എന്ന് പറയുന്ന ആൾ നീളമുള്ള ആളല്ലേ, ആ ആളുടെ കൈകളിൽ വന്ന് തട്ടി. അപ്പോൾ ആ തട്ടിയിട്ട് എവിടെ നിന്നോ വന്ന പന്ത് തട്ടിക്കയറ്റി അത് നമ്മുടെ മാർക്കിൻ്റെ ടീമിലെ ഒരു കളിക്കാരൻ്റെ കയ്യിലേക്ക് പറഞ്ഞു തന്നു. അവനത് ബാസ്ക്കറ്റിലേക്ക് ഇട്ടു. അങ്ങനെ അന്നത്തെ കളി അങ്ങ് അവസാനിച്ചു എന്നാണ് പറയുന്നത്. അതിനകത്തുള്ളൊരു ചോദ്യമുണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ ആൻസർ ഞാൻ പിന്നെ പറയാം നിങ്ങളെ. അതാണ് ഫസ്റ്റിൽ പറയുന്നത് കേട്ടോ. അടുത്ത രണ്ടാമത്തത്, അതിനകത്തിൽ ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ, ഞാൻ പറയാം നിങ്ങളെ. പിന്നെ
രണ്ടാമത്തെ നോക്കൂ നിങ്ങളെ, ആൾ ദി വേ ഹോം എന്ന് പറയുന്ന കണ്ടോ രണ്ടാമത്തേത്. അതിനകത്തിൽ പറയുന്നത് എന്താണെന്നറിയോ, വീട്ടിലേക്കുള്ള വഴി മുഴുവൻ മൈക്കിൾ ഇങ്ങനെ ക്ഷമാപണം നടത്തി. അവന്റെ മൂത്ത സഹോദരൻ റോണി അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. നോക്കൂ സഹോദര, നീ ഇന്ന് നന്നായിട്ട് കളിച്ചു, വിഷമിക്കേണ്ട, അടുത്ത തവണ നമുക്ക് വിജയിക്കും. അവർ വീട്ടിലെത്തിയപ്പോൾ അടുക്കളയിൽ അത്താഴം പാകം ചെയ്യുന്ന അമ്മയുടെ അടുത്തേക്ക് മൈക്കിള് പോയി. അമ്മേ, എനിക്ക് എങ്ങനെയാണ് ഉയരം കൂട്ടാൻ സാധിക്കുന്നത്? അവൻ അവിടെ നിന്ന് ചോദിച്ചു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് മൈക്കിളിനെ നോക്കി പറഞ്ഞു, എന്താ സാൾട്ട്, എന്താ നിങ്ങളെ സാൾട്ട് എന്ന് പറഞ്ഞു, ഉപ്പെന്ന് അല്ലേ, ഉപ്പ്. മൈക്കിൾ അമ്മയെ നോക്കി. നിന്റെ ഷൂസില് ഉപ്പ്, നിന്റെ ഷൂസിൽ ഉപ്പിടും, നീ അത് അറിയുന്നതിന് മുമ്പ് നിനക്ക് ഉയരമുണ്ടാകും, അവൾ മറുപടി പറഞ്ഞു. കൂടുതൽ ആവേശഭരിതനായി മൈക്കിൾ ധാരാളം ചോദ്യങ്ങൾ ഇങ്ങനെ അമ്മയോട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അമ്മേ, എത്ര നാളുകൾ എന്ന് വെച്ചാൽ എന്താ പറഞ്ഞെന്നറിയോ, നിന്റെ ഷൂസിൽ ഉപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നീ വളരും എന്നാണ് അമ്മ പറഞ്ഞത്. ഷൂസിൽ എന്നും ഉപ്പിട്ട് കൊടുത്താൽ നീ എന്നും ഇങ്ങനെ വളരുമെന്നാണ് പറഞ്ഞത്. അപ്പം അമ്മേ, എത്ര നാൾ എടുക്കും? ഞാൻ എത്ര ഉയരത്തിൽ വളരുമെന്ന് നിങ്ങൾ കരുതുന്നു? ചിരിച്ചുകൊണ്ട് അമ്മ അവൻ്റെ അടുത്തിരുന്ന് വിശദീകരിച്ചു. ഇത് പ്രാവർത്തികമാകണമെങ്കിലേ ഞാൻ പറയുന്നത് നീ ക്ഷമയോടെ കേൾക്കണം. ശരി അമ്മേ, ഞാൻ ക്ഷമയോടെ ശ്രദ്ധിക്കാം. അതിനകത്തിലും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. എന്നല്ല ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നാൽ ഓക്കെ, ശരി അമ്മേ, ഞാൻ എല്ലാം കേൾക്കാം എന്ന് പറയുന്നതാണ്. പിന്നോ അടുത്ത പേജ് നോക്കിയോ നിങ്ങൾ, അതായത് ഡ്യൂറിങ് ഡിന്നർ എന്ന് പറയുന്നിടത്താണ് കേട്ടോ. അത്താഴ സമയത്ത് മൈക്കിൾ ഒന്നും തന്നെ കഴിക്കാതിരിക്കുന്നത് അമ്മ ശ്രദ്ധിച്ചു. ഉയരം കൂടുന്നതിനെ കുറിച്ച് അവൻ ഇങ്ങനെ ദിവാസ്വപ്നം കാണുന്നുണ്ടായിരുന്നു. എന്താണ് അവൻ ഇങ്ങനെ ഉയരം ഓരോ ദിവസവും കഴിയുമ്പോൾ കൂടുമെന്ന് പറഞ്ഞതിന് അവനിങ്ങനെ ഇതിൻ്റെ എല്ലാം മീനിങ് ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു അല്ലേ. നോക്കൂ നിങ്ങളെ, ഉയരം കൂടുന്നതിനനുസരിച്ച് അവനിങ്ങനെ വളരുന്നതായിട്ട് അവനിങ്ങനെ ദിവാസ്വപ്നം എന്ന് വെച്ചാൽ പകലിങ്ങനെ നമ്മൾ ഓർത്തിരിക്കത്തില്ല, അതിനാ പറയുന്നത് കേട്ടോ, കാണുന്നുണ്ടായിരുന്നു. മൈക്കിൾ, ആദ്യം ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം, നീ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നിനക്ക് വളരാൻ കഴിയില്ല, അമ്മ അവിടെ നിന്ന് പറഞ്ഞു. പക്ഷേ എനിക്ക് വിശക്കുന്നില്ല, അവൻ അവിടെ നിന്ന് പറഞ്ഞു. പുരികം ഉയർത്തിക്കൊണ്ട് അമ്മ അവനെ ഇങ്ങനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി. മെല്ലെ മൈക്കിൾ ഭക്ഷണം എടുത്ത് കഴിക്കാൻ തുടങ്ങി. മിനിറ്റുകൾക്ക് ശേഷം അവൻ പ്ലേറ്റ് കാലിയാക്കിയിട്ട് കൂടുതൽ ആവശ്യപ്പെടുകയായിരുന്നു. പിന്നെ അവൻ ചോദിച്ചു. അന്ന് വൈകിട്ട് കിടക്കാൻ നേരം മൈക്കിൾ തൻ്റെ പ്രിയപ്പെട്ട ഗെയിം ഷൂകൾ ചുവരിൽ തൂക്കിയിട്ടിരിക്കുന്ന വളർച്ചാ ചാർട്ടിനോട്, എന്ന് വെച്ചാൽ അവനാ പിക്ചറിൽ കൊടുത്തിട്ടുണ്ടോ നിങ്ങൾ അവിടെ ഒരു വളർച്ച നീളം വെക്കുന്നുണ്ട്, ഇവിടെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് ആ ഷൂ കൊണ്ട് വെച്ചു. പിന്നിട്ടോ തറയിൽ വെച്ചു. എന്നിട്ട് പൈജാമ എന്ന് വെച്ചാൽ നമ്മൾ രാത്രിയിൽ കിടക്കാൻ നേരം വിടുന്ന ഡ്രസ്സാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, ധരിച്ച് പ്രാർത്ഥന ചൊല്ലിയിട്ട് അവൻ കട്ടിലിലേക്ക് ചാടി. അമ്മ വന്നപ്പോൾ മൈക്കിൾ നല്ല ഉറക്കത്തിലായിരുന്നു. അവൻ്റെ കട്ടിലിനരികിൽ നിന്നുകൊണ്ട് അമ്മ അവൻ്റെ ഷൂസിൽ ഉപ്പ് വിതറി. അതാണ് ഫസ്റ്റ്. മമ്മ സ്പ്രിങ്കിൾഡ് സാൾട്ട് ഇൻ ഹിസ് ഷൂസ്. ഫസ്റ്റ് ആ പേജിൽ അത്രയേ ഉള്ളൂ നിങ്ങളെ. ഇനി അടുത്തത് നോക്കണേ, അതിനകത്തും ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് കേട്ടോ. അടുത്ത പേജിൽ നോക്കിക്കേ. ആ രാത്രിക്ക് ശേഷം മൈക്കിൾ തൻ്റെ പ്രിയപ്പെട്ട ഗെയിം ഷൂസ് ധരിച്ചു. തൻ്റെ കാൽക്കീഴിൽ ഉപ്പിൻ്റെ സാന്നിധ്യം അവൻ അനുഭവപ്പെട്ടു. എന്ന് വെച്ചാൽ ഉപ്പ് രാത്രിയിൽ അമ്മ ഇട്ടിട്ടുണ്ടായിരുന്നല്ലേ. അവൻ എന്തോ ഒരു പ്രത്യേകത തോന്നി അല്ലേ. ഷൂസ് ധരിച്ച് അവൻ എല്ലായിടത്തും പോയി. പക്ഷേ ശനിയാഴ്ചകളിൽ സഹോദരന്മാരോടൊപ്പം പാർക്കിൽ പോകുന്നത് അവൻ അങ്ങ് നിർത്തി. കാരണം കുറ്റപ്പെടുത്താൻ അവിടെ ആൾക്കാരുണ്ടെന്ന് അവൻ അറിയാം. അതുകൊണ്ട് ശനിയാഴ്ച അവന് കൂട്ടുകാരുടെ കൂടെ നമ്മുടെ സഹോദരന്മാരുടെ കൂടെ പാർക്കിൽ പിന്നീട് പോയില്ല. പിന്നെയോ പകരം അവൻ വീട്ടിലിരുന്ന് പരിശീലിച്ചു. പാർക്കിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് കുറച്ച് ഇഞ്ചുകൂടി വളരാൻ അവൻ ആഗ്രഹിച്ചു. ഇനി ഞാൻ കുറച്ചുകൂടി വളർന്നതിന് ശേഷമേ ഞാൻ പാർക്കിൽ പോകുന്നുള്ളൂ എന്നവന് ആഗ്രഹിച്ചു. 2 മാസത്തെ പരിശീലനത്തിനും ക്ഷമാപൂർവമുള്ള കാത്തിരിപ്പിന് ശേഷവും മൈക്കിൾ തൻ്റെ ചുമരിലെ വളർച്ചാ ചാർട്ടിനോട് ചേർന്ന് നിന്നു. ഒട്ടുമില്ല, അവൻ 1 ഇഞ്ച് പോലും വളരുന്നില്ല. അവൻ നിരാശനായി. പക്ഷേ അവൻ വിട്ടുകൊടുത്തില്ല. അമ്മ പറഞ്ഞതുപോലെ ഞാൻ കാത്തിരിക്കണം, മൈക്കിൾ ചിന്തിച്ചു. അതുതന്നെയാണ് അവൻ ചെയ്തതും. 2 മാസം കൂടി അവൻ വീണ്ടും പ്രാക്ടീസ് ചെയ്തു. എന്നിട്ടും മാറ്റമൊന്നും ഉണ്ടായില്ല. ഇപ്പോൾ മൈക്കിളിന് ദുഃഖം തോന്നി. മൈക്കിൾ വാസ് ബിക്കമിങ് എ ലിറ്റിൽ സാഡ് അല്ലേ. അടുത്തത്
അടുത്ത് നോക്കി കഴിഞ്ഞാൽ നെക്സ്റ്റ് സാറ്റർഡേ എന്ന് വെച്ചാൽ അടുത്ത ശനിയാഴ്ച അവൻ്റെ സഹോദരന്മാർ മൈക്കിളിനെ അവരോടൊപ്പം പാർക്കിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിച്ചു. പക്ഷേ അവൻ വഴങ്ങിയില്ല. അമ്മ വിഷമിച്ചു തുടങ്ങിയിരുന്നു. മൈക്കിൾ സ്റ്റെപ്പിൽ ഒറ്റയ്ക്കിരിക്കുന്നത് കണ്ടപ്പോൾ അവൻ ഡാഡിയോട് പറഞ്ഞു, നിങ്ങൾ പുറത്തുപോയി അവനോടൊന്ന് സംസാരിക്കണം. അങ്ങനെ ഡാഡി അവനെ കൊണ്ട് പുറത്തുപോയി മൈക്കിളിൻ്റെ കൂടെ ഇരുന്നു. എന്ത് പറ്റി മോനെ? അച്ഛൻ മോനെ കൊണ്ട് പോയിട്ട് കണ്ടോ അവിടെ ഒരു പിക്ചർ കൊടുത്ത് കണ്ട വെളിയിൽ പോയിരുന്നപ്പോൾ എന്ത് പറ്റി മോനെ, നിനക്ക് എന്താ പറ്റിയത്? കുറച്ചു കാലമായി നീ നിന്റെ സഹോദരന്മാരോടൊപ്പം പാർക്കിൽ പോകുന്നില്ലല്ലോ, നീ ഓക്കെ ആണോ? മൈക്കിൾ ആദ്യം ഒന്നും പറഞ്ഞില്ല. പിന്നീട് ഡാഡിയെ നോക്കി പറഞ്ഞു, എനിക്കിപ്പോൾ കുറച്ച് ഇഞ്ചെങ്കിലും ഉയരം കൂടുമെന്നാണ് ഞാൻ കരുതിയത്. അമ്മ പറഞ്ഞതെല്ലാം ഞാൻ ചെയ്തു, പക്ഷെ ഒന്നും സംഭവിച്ചില്ല അല്ലേ? മമ്മ ടോൾഡ് മീ ടു ഡു ബട്ട് നത്തിങ് ഹാപ്പൻഡ്. അത്രയാണ് ആ പേജിലുള്ളത് കേട്ടോ. അടുത്ത നോക്കിക്കേ, ഓരോ പേജിലെ കേട്ടോ മനസ്സിലാക്കുക. കഥ എങ്ങനെ പഠിക്കണേ നിങ്ങൾ? അപ്പം നമ്മളോട് ആരെങ്കിലും ചോദിച്ചാൽ തന്നെ ഈ ചാപ്റ്ററിൻ്റെ കഥ എന്തോന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ലേ? നോക്കിക്കേ അടുത്തേ, മൈക്കിൾ നീ എന്തിനാണ് ഉയരം കൂടാൻ ആഗ്രഹിക്കുന്നത്? അപ്പം ഡാഡി ചോദിച്ചു, എന്തിനാ മൈക്കിളെ നീ നീളം വേണമെന്ന് എന്തിനാ ആഗ്രഹിക്കുന്നത്? എനിക്ക് ഉയരം ഉണ്ടായിരുന്നെങ്കിൽ ഞാനൊരു മികച്ച കളിക്കാരനാകുമായിരുന്നു. ഞങ്ങളുടെ ടീമിനെ വിജയിപ്പിക്കാൻ എനിക്ക് സാധിക്കുമായിരുന്നു, മൈക്കിൾ മറുപടി പറഞ്ഞു. എന്നാൽ നീ ഒരു മികച്ച കളിക്കാരനാണ് മോനെ. ഒരു വിജയിയാവാൻ ആവശ്യമായതെല്ലാം നിന്നിലുണ്ട്. ഡാഡി മൈക്കിളിൻ്റെ നെഞ്ചിലൊന്ന് തട്ടി. ഉയരമുള്ളത് കുറച്ചുകൂടി നന്നായി കളിക്കാൻ നിന്നെ സഹായിച്ചേക്കാം, എന്നാൽ പരിശീലനം, നിശ്ചയദാർഢ്യം, മികച്ച ഇച്ഛാശക്തി എന്നിവ പോലെ അത് നിന്നെ സഹായിച്ചേക്കില്ല. എന്തൊക്കെ വേണം കുഞ്ഞുങ്ങളെ? ഇവിടെ കാണുമല്ലോ, അത് വിന്നർ റൈറ്റ് ഓൾറെഡി. അതാണ്ടേ, മച്ച് ആസ് പ്രാക്ടീസ്, ഡിറ്റർമിനേഷൻ ആൻഡ് ഗിവിങ് യുവർ ബെസ്റ്റ് വില്ല് എന്ന് വെച്ചാൽ എന്താ ഞങ്ങളെ? അതായത് നമുക്ക് കളിക്കാൻ എല്ലാവർക്കും പറ്റും, എന്നാൽ നല്ല പരിശീലനവും നിശ്ചയദാർഢ്യവും മികച്ച ഇച്ഛാശക്തിയും എന്നിവ പോലെ അത് നിന്നെ സഹായിച്ചേക്കില്ല. ഇവയാണ് നിന്നെ യഥാർത്ഥ വിജയിയാക്കുന്നത്. ഡാഡി പറഞ്ഞതിനെക്കുറിച്ച് മൈക്കിൾ ഒരു നിമിഷം ആലോചിച്ചു. എന്നിട്ട് പെട്ടെന്ന് ചാടി എഴുന്നേറ്റ് പുറപ്പെട്ടു. നീ എവിടെ പോകുന്നു മോനെ? അച്ഛൻ പിന്നാലെ ചെന്ന് ഉച്ചത്തിൽ ചോദിച്ചു. എനിക്കിന്നൊരു കളിയുണ്ട്, ഞാൻ വൈകിപ്പോയി, മൈക്കിൾ ഉറക്കെ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു. നോക്കിക്കേ, ഐ ഹാവ് ഗോൺ ടുഡേ ആൻഡ് ഐ ആം ലേറ്റ്, മൈക്കിൾ യേൽഡ് ബാക്ക്. അടുത്ത് നോക്കി നിങ്ങളെ, മൈക്കിൾ പാർക്കിൽ അവിടെ നിന്ന് ഓടി എങ്ങോട്ടാ പോയത്? പാർക്കിലോട്ടാണേ. മൈക്കിൾ പാർക്കിൽ എത്തിയപ്പോൾ കളി തുടങ്ങിയിരുന്നു. കളിക്കാൻ അവസരം ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ അവൻ അവിടെയുള്ള ഒരു ബെഞ്ചിൽ ഇരുന്നു. അവന് അത് ലഭിക്കുകയും ചെയ്തു. മൈക്കിളിൻ്റെ ടീമിലെ ആൺകുട്ടികളിൽ ഒരാളായ ജോണ് വീണ് മുറിവേറ്റതോടെ കളി ഏതാണ്ട് അവസാനിച്ചു. സ്കോറ് സമനിലയിലായി. ഇതായിരുന്നു മൈക്കിളിൻ്റെ അവസരം. മൈക്കിൾ തൻ്റെ ടീമിനൊപ്പം ഒരു ടൈം ഔട്ടിനായി സൈഡ് ലൈനിൽ ഒരുമിച്ച് കൂടി. ശരി, കളി ടൈ ആയി. നമുക്ക് വേണ്ടത് ഒരു പോയിന്റാണ്. ആരാണ് ഷോട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത്? അവിടെ നിന്ന് റോണി ചോദിച്ചു. നമുക്കൊരു പോയിന്റ് കൂടെ, കാരണം എല്ലാം ഈ സമാസമമായി ടൈപ്പായി അല്ലേ? അപ്പോൾ അവരെന്ത് പറഞ്ഞു? നമുക്കൊരു പോയിന്റും കൂടെ വേണം. ഇതിനകത്തിൽ ആരാണ് അല്ലേ നല്ല ഷോട്ട് എടുക്കാൻ ആഗ്രഹിക്കുന്നത് ആരാണ്? റോണി അവിടെ നിന്ന് ചോദിച്ചു. അവൻ മൈക്കിളിൻ്റെ നേരെ ഒന്ന് നോക്കി. എന്നത്തെക്കാളും കൂടുതൽ ആത്മവിശ്വാസം തോന്നിയ മൈക്കിൾ പറഞ്ഞു, ഞാനത് ചെയ്യും. വിസിൽ മുഴങ്ങി കളി പുനരാരംഭിക്കുമ്പോൾ മാർക്ക് പതിപോലെ മൈക്കിളിനെ അപമാനിച്ചുകൊണ്ട് പിന്നാലെ കൂടാൻ തുടങ്ങി. ഇപ്പോഴും വലിയ ആൺകുട്ടികളുമായി കളിക്കാൻ ശ്രമിക്കുന്നു അല്ലേ? പാർക്ക് പരിഹസിച്ചു. എന്നാൽ മൈക്കിൾ അവനെ ശ്രദ്ധിച്ചതേയില്ല. ഉയരം കൂടിയാലും ഇല്ലെങ്കിലും പരിശീലനത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്നു. ഇന്ന് ജയിക്കണമെന്ന ഉറച്ച തീരുമാനത്തിലായിരുന്നു അവന്. ടുഡേ ഹി വാസ് ഡിറ്റർമൈൻഡ് ടു വിന്ന്. ആ പേജിനകത്തിൽ അത്രയാണ്. ദ ലാസ്റ്റ് പേജ് നോക്കുന്ന കുഞ്ഞുങ്ങളെ, എന്താണ് ഇനി സംഭവിച്ചതെന്ന് നോക്കിക്കേ. ലാറി മൈക്കിളിന് പന്തെറിഞ്ഞു. ലാറി ത്രോ ദ ബാൾ ടു മൈക്കിൾ. മൈക്കിൾ അത് പിടിച്ചു. ഒരു നിമിഷം ബൗൺസ് ചെയ്തു. തുടർന്നിട്ട് അവൻ ഓടി. മൈക്കിളിൻ്റെ അടുത്തെത്തിയപ്പോൾ മൈക്കിൾ അവൻ്റെ വലത്തോട്ട് മാറി. മാർക്ക് പിന്തുടർന്നു. മാർക്ക് അവൻ്റെ പുറകെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. മാർക്ക് പിന്തുടർന്നു. പക്ഷേ
അവൻ മാറിക്കൊണ്ടിരിക്കുമ്പോൾ മൈക്കിൾ ഇടതുവശത്തേക്ക് കറങ്ങി അവൻ മാർക്കിന്റെ പുറകിൽ ചെന്ന് ഷോട്ട് ചെയ്തു. പന്ത് എതിരാളിയുടെ കൈകൾക്ക് വളരെ മുകളിലൂടെ വളഞ്ഞ് വളയത്തിലൂടെ വീണു. അങ്ങനെ 2 പോയിന്റ്. കളി കഴിഞ്ഞു. മൈക്കിളിന്റെ ടീം വിജയിച്ചു. മൈക്കിൾ സ്വപ്നം കണ്ടതുപോലെ തന്നെയായിരുന്നു അത്. താൻ എന്താണ് ചെയ്തതെന്ന് മനസ്സിലായപ്പോൾ മൈക്കിൾ ഓട്ടം ആരംഭിച്ചു. അത് വീട്ടിലെത്തും വരെ ഓട്ടം നിർത്തിയില്ല. വാതിൽ തള്ളി അങ്ങോട്ട് തുറന്നിട്ട് അവൻ വിളിച്ചു പറഞ്ഞു, ഞാനത് നേടി അച്ഛാ, അമ്മേ, ഞാനത് നേടി. ഉയരമുള്ള ആളുടെ തലയ്ക്ക് മുകളിലൂടെ ഞാൻ ഷോട്ട് ചെയ്തു. ഞങ്ങൾ ഗെയിം വിജയിച്ചു. പിന്നാലെ ഓടിയെത്തിയ റോണിയും ലാറിയും ആഘോഷത്തിൽ പങ്കുചേർന്നു. അത് ശരിയാണടാ, നീ അത് ചെയ്തു. നീ ഞങ്ങൾക്ക് വേണ്ടി ഗെയിം നേടി. ആ ദിവസത്തിന് ശേഷം അമ്മ മൈക്കിളിന്റെ ഷൂസിൽ ഉപ്പിടുന്നത് അങ്ങ് നിർത്തി. പക്ഷേ മൈക്കിൾ ക്ഷമയും കഠിനാധ്വാനവും കൈവിട്ടില്ല എന്നാണ് ബട്ട് മൈക്കിൾ ഡിഡ് നോട്ട് സ്റ്റോപ്പ് ബീയിങ് പേഷ്യൻസ് ആൻഡ് വർക്കിംഗ് ഹാർഡ്. അപ്പോൾ ഇത്രയാണ് നിങ്ങളെ എൻ്റെ കഥ ഇത്രയാണ് കേട്ടോ. കഥ എങ്ങനെയുണ്ട്, കൊള്ളാമോ? അപ്പോൾ കഥയ്ക്കകത്ത് തന്നെയാണ് ഞാൻ കുറേ മീനിങ് ഇതിനകത്തിൽ എഴുതിയിട്ടുണ്ട് കേട്ടോ. മീനിങ് അറിയാൻ വയ്യാത്തവർ നോക്കണേ. ഹീലിങ്സ് എന്ന് വെച്ചാൽ സ്വാന്തനം, ചലഞ്ച് എന്ന് വെച്ചാൽ വെല്ലുവിളി, പേഷ്യൻസ് എന്ന് വെച്ചാൽ ക്ഷമ, നോക്ക് എന്ന് വെച്ചാൽ തട്ടുക, ഫ്ലൂ പറന്നു, ഫ്ലാപ്പ് ശക്തിയായി വീശുക, അപ്പോളോജൈസ്ഡ് എന്ന് വെച്ചാൽ ക്ഷമാപണം നടത്തുക, ചീർ സന്തോഷിപ്പിക്കുക, എക്സൈറ്റ് എന്ന് വെച്ചാൽ ആവേശം തോന്നുക, റൈസിങ് ഉയർത്തുക, ഡേ ഡ്രീമിങ് എന്ന് വെച്ചാൽ പകൽക്കിനാവ് കാണുക, ഫ്യൂ കുറച്ച്, ഡിറ്റർമിനേഷൻ ദൃഢനിശ്ചയം, കോൺഫിഡൻറ്റ് ആത്മവിശ്വാസം, ഹോപ്പ് പ്രതീക്ഷ, അറ്റൻഷൻ ശ്രദ്ധ, ഒപ്പോണൻ്റ് എതിരാളി, ഫെൽ വീണു, സ്പിൻ തിരിയുക, ഹൂപ്പ് വളയം. അപ്പോൾ ആ പാഠത്തിനകത്തിലെ കുറച്ച് മാത്രം മീനിങ് എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഈ കഥയ്ക്കകത്തിലെ ഈ വാക്കുകളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം അല്ലേ. ഹൂപ്പ് വളയം, ആ ലാസ്റ്റിൽ ആ വളയത്തിനകത്തിൽ വീണത് അല്ലേ. സ്പിന്ന് തിരിയുക, ഫെല്ല് വീണു, അറ്റൻഷൻ ശ്രദ്ധയോടെ അല്ലേ, ഒപ്പോണൻ്റ് എതിരാളി, ഹോപ്പ് പ്രതീക്ഷ, കോൺഫിഡൻറ്റ് ആത്മവിശ്വാസം, ഡിറ്റർമിനേഷൻ ദൃഢനിശ്ചയം അല്ലേ. ഇതൊക്കെ നമ്മൾ ഈ പാഠത്തിനകത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളായിരുന്നു. ഇത് നല്ലപോലെ എഴുതിയെടുക്കണേ കേട്ടോ. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ആൻസറും ഇതിനകത്ത് തന്നെ ഞാൻ ആദ്യത്തെ 4 എണ്ണമേ എഴുതിയിട്ടുള്ളൂ. ഒന്നാമത്തെ നോക്കണേ നിങ്ങളെ. ഒന്നാമത്തെ ചോദ്യം നോക്കിയോ നിങ്ങളെ. അതായത് ഹൗ ഡിഡ് മാർക്ക് ബിക്കം എ പ്രോബ്ലംസ് ടു യങ് മൈക്കിള് എന്ന് വെച്ചാൽ എന്താണ്? യുവാവായ മൈക്കിളിന് മാർക്ക് എങ്ങനെയൊക്കെയായിരുന്നു ഒരു പ്രോബ്ലമായി തീർന്നത്, ഒരു പ്രശ്നമായിട്ട് മാറിയത് എങ്ങനെയൊക്കെയായിരുന്നു? മാർക്ക് ബിക്കം എ പ്രോബ്ലംസ് ടു യങ് മൈക്കിൾ. മാർക്ക് ബിക്കം എ പ്രോബ്ലംസ് ടു യങ് മൈക്കിൾ ബൈ ബീങ് ടാലർ ആൻഡ് നോക്കിംഗ് ദ ബാൾ എവേ ഫ്രം ഹിം, മേക്കിംഗ് ഇറ്റ് ഡിഫിക്കൽട്ട് ഫോർ മൈക്കിൾ ടു പ്ലേ. കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങളെ? ഈ ടെസ്റ്റിലെ ഇതാണ് കേട്ടോ. മറ്റേത് നമ്മൾ ഈ പേജിലെല്ലാം പറഞ്ഞതാണ്. ഈ ക്വസ്റ്റ്യൻ ആൻസർ കാണാൻ പറ്റുന്നുണ്ടോ? അതായത് ആ മൈക്കിളിൻ്റെ ഉയര കൂടുതലും പന്ത് തട്ടിക്കയറ്റവും ഒക്കെ നമ്മുടെ മൈക്കിളിന് കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കി അല്ലേ. മാർക്ക് അവനൊരു പ്രശ്നമായിട്ട് മാർക്ക് ബിക്കം എ പ്രോബ്ലം അല്ലേ. മൈക്കിൾ ബൈ ബീയിങ് ടാലർ, അവന് നീളമില്ലാത്തത് കൊണ്ട് ആ നീളമുള്ള ആൾ വന്നിട്ട് എന്ത് ചെയ്തു, ഇവനെ എപ്പോഴും അതാ കഥയിൽ പറയുന്നുണ്ട് അല്ലേ, ഭയങ്കര കളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയെന്നാണ് ഒന്നാമത്തെ ചോദ്യത്തിൽ പറയുന്നത് കേട്ടോ. ഡിഫിക്കൽട്ട് ഫോർ മൈക്കിൾ ടു പ്ലേ എന്ന് വെച്ചാൽ അവന് മൈക്കിളിന് കളിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ട് മാർക്ക് എന്ത് ചെയ്തു, മൈക്കിളിനൊരു പ്രശ്നമായിട്ട് തന്നെ മാറി എന്നാണ് കേട്ടോ. അടുത്ത രണ്ടാമത്തത് നോക്കിക്കേ. വൈ ഡിഡ് ദ മാമ tell Michael to be patient and listen to her advice? നിങ്ങളെ രണ്ടാമത്തെ കാണാൻ പറ്റുന്നുണ്ടോ? എന്താണ് കൊടുത്തത് അഡ്വൈസ്? അപ്പോൾ നോക്കിയോ നിങ്ങളെ. വൈ ഡിഡ് മാമ ടെൽ മൈക്കിൾ ടു ബി പേഷ്യൻസ് ആൻഡ് ലിസൺ ടു ഹെർ അഡ്വൈസ് എന്ന് വെച്ചാൽ ചോദ്യം എന്താ നിങ്ങളെ? മൈക്കിളിനോട് ക്ഷമയോടിരിക്കാനും തൻ്റെ ഉപദേശം കേൾക്കാനും അമ്മ പറയുന്നത് എന്തുകൊണ്ടായിരുന്നു? നമ്മുടെ മൈക്കിളിനോട് മൈക്കിളിനോട് ക്ഷമയോടിരിക്കാനും അവളുടെ ഉപദേശം കേൾക്കാനും അമ്മ പറയുന്നത് കാരണം എന്ന് വെച്ചാൽ ഉയരം കൂടാൻ സമയമെടുക്കും അല്ലേ. ഒരു ദിവസം നമ്മൾ ഇന്ന് വല്ലതും കഴിച്ചിട്ട് നാളെ
നമുക്ക് നീളം വെക്കുമോ? ഇല്ല, അതിന് കുറേ സമയമെടുക്കും. തൻ്റെ ലക്ഷ്യങ്ങൾ നേടാനുള്ള ദൃഢനിശ്ചയത്തോടെ തൻ്റെ പരിശീലനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നും അവൻ മനസ്സിലാക്കണമെന്നും എന്ത് ചെയ്തു അവർ? അതിന് നീ എന്ത് ചെയ്യണം? ഫോക്കസ് ഓൺ ഹിസ് പ്രാക്ടീസ് വിത്ത് ഡിറ്റർമിനേഷൻസ് അല്ലേ? ഡിറ്റർമിനേഷൻ കഴിഞ്ഞിട്ട് ഒരു വാക്കുകൂടെ ഉണ്ട് കുഞ്ഞുങ്ങളെ, ഡിറ്റർമിനേഷൻസ് ടു അച്ചീവ് ഹിസ് ഗോൾ കേട്ടോ. അതിൻ്റെ ഈ ഒരു വാക്കുകൂടെ അതിൻ്റെ കൂടെ എഴുതുന്നത്, അച്ചീവ് ഹിസ് ഗോൾ. നമ്മുടെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഇന്ന് നീളം വെക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വല്ലതും കഴിച്ചാൽ നാളെ രാവിലെ നീളം വെക്കണമെന്ന് വെച്ചാൽ നോക്കുന്ന കാര്യമാണോ? അല്ല അല്ലേ? അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? പ്രാക്ടീസ് ചെയ്യണം അല്ലേ? ഫോക്കസ് ഓൺ ഹിസ് പ്രാക്ടീസ് വിത്ത് ഡിറ്റർമിനേഷൻസ് ടു, ഇവിടെ ഒരു വരിയും കൂടെ ഉണ്ടാവും നിങ്ങളെ, അച്ചീവ് ഹിസ് ഗോൾ കേട്ടോ. ഇവിടെ എഴുതാൻ സ്ഥലമില്ലാത്തത് കൊണ്ടാണ് അവിടെ എഴുതിയത്. അടുത്ത മൂന്നാമത്തെ ചോദ്യം, വൈ ഡിഡ് മാമ ഗീവ് മൈക്കിൾ സ്റ്റേൺ ലുക്ക്? എന്താണ്? അതായത് ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ, 3 നമ്പർ ഇട്ട്. മാമ ഗീവ് മൈക്കിൾ എ സ്റ്റേം ലുക്ക് ബിക്കോസ് ഹി വാസ് നോട്ട് ഈറ്റിംഗ് ഹിസ് ഡിന്നർ ആൻഡ് ഷീ വാണ്ട് ഹിം ടു ഫോക്കസ് ഓൺ ഹിസ് ന്യൂട്രീഷൻ ആൻഡ് സ്റ്റോപ്പ് വറിങ് അബൌട്ട് ഗ്രോവിങ് ടാളർ. മൈക്കിൾ അത്താഴം കഴിക്കാത്തതിനാൽ അമ്മ എന്താണ്? അമ്മ വളരെ രൂക്ഷമായിട്ട് അവനെ ഇങ്ങനെ നോക്കി. അവൻ്റെ ന്യൂട്രീഷനുള്ള അല്ലേ, അവൻ്റെ പോഷകാഹാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും ഉയരം കൂടുന്നതിനെക്കുറിച്ച് നീ ആകുലപ്പെടുന്നതിന് അതങ്ങ് അവസാനിക്കണമെന്നും എന്ത് ചെയ്യുന്നു അവൾ പറയുന്നതാണ്. മൈക്കിളിൻ്റെ ഷൂസിൽ അമ്മ അതാണ് അടുത്തത്. മാമ സ്പ്രിങ്കിൾഡ് സാൾട്ട് ഇൻ മൈക്കിൾ ഷൂസ്. എന്തിനായിരുന്നു അമ്മ മൈക്കിളിൻ്റെ ഷൂസിൽ ഉപ്പ് വിതറിയത്? എന്തുകൊണ്ടായിരുന്നു ഞങ്ങളെ? അവൻ വളരെ അല്ലേ, അവന് നീളം, അതിൻ്റെ ആൻസർ ഉണ്ട്. ബിക്കോസ് ഷീ ടോൾഡ് ഹിം എന്താ, ദാറ്റ് ഇറ്റ് വുഡ് ഹെൽപ്പ് ഇൻ ഗ്രോ ടാളർ. ഉപ്പിട്ടാൽ നീ എന്താ നീളം വെക്കും അല്ലേ? ബട്ട് ഇറ്റ് വാസ് ജസ്റ്റ് എ സില്ലി മിത്ത് ആൻഡ് ഡിഡ് നോട്ട് ആക്ച്വലി വർക്ക് അല്ലേ? അങ്ങനെ നടക്കുമോ നിങ്ങളൊന്ന് ചിന്തിച്ചേ. അങ്ങനെ ആരെങ്കിലും ഉപ്പിട്ട് കൊടുത്താൽ വളരുമോ എന്നൊക്കെ ഉണ്ടോ? അത് വെറും ഒരു മിത്ത് മാത്രമാണ് അല്ലേ? അപ്പം ഞാൻ ഈ 4 ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയിട്ടുള്ളൂ നിങ്ങളെ. ആ 4 നിങ്ങൾ വൃത്തിയായിട്ട് പഠിക്കുക എന്നുള്ളതാണ്. കഥ ഒന്ന് വായിച്ചു തരാനാണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇത്രയും ക്വസ്റ്റ്യൻ ആൻസർ എഴുതിയാണ്. കഥ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിലൊന്ന് പറയണേ നിങ്ങൾ കേട്ടോ. കാരണം നമ്മളിപ്പോൾ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴേ ആ ചാപ്റ്റർ കാണുമ്പം തന്നെ, ഇപ്പം തന്നെ നിങ്ങൾക്ക് ഈ പടം കാണുമ്പം അല്ലേ, ഈ മലയാളം കഥ അറിയാവുന്ന കുട്ടിക്ക് അറിയാം അമ്മ ഉപ്പിടാൻ വന്ന് നിൽക്കുകയാണെന്നും അല്ലേ. നമുക്കൊരു പുസ്തകം എടുക്കുമ്പോൾ എന്നാണ്ട് ആ കുട്ടി അമ്മയോട് സംസാരിക്കുന്നതും പിന്നെന്താണ്ട് കളിക്കുന്നതും ഒക്കെ ഈ പടം കണ്ടാൽ തന്നെ നമുക്ക് ആ കഥ അറിയാവുന്നതുകൊണ്ട് അറിയാൻ പറ്റും കേട്ടോ. ഇനി ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ മൊത്തം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയാം കേട്ടോ. ഞാൻ ക്വസ്റ്റ്യൻ ആൻസറും ഇതിനകത്ത് വേറെ കുറേ ലെറ്ററുകൾ എഴുതാനും ഒക്കെ ചോദിക്കുന്നുണ്ട്, അതൊക്കെ ഇടാം. നിങ്ങൾ ആ കമൻറ്റ് ബോക്സിൽ പറയണേ നിങ്ങൾ കേട്ടോ. ഓക്കെ നിങ്ങളെ, താങ്ക് യു.